ഞാനും നീയും ഒന്നാണേ. ഭാഗം 58. അപ്പോഴേക്കും അങ്ങോട്ട് സതീഷേട്ടൻ വന്നു. ജയദേവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മുത്തശ്ശി ഓരോന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ജയദേവ് അങ്ങോട്ട് വന്നു. അപ്പോൾ തന്നെ വംശിയും റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി. സൂര്യൻ്റെ സംശയം സത്യമാകുന്നത് പോലെ എല്ലാവർക്കും തോന്നി. ആ, ജയദേവ് എപ്പോൾ വന്നു? വംശി ചോദിച്ചു. ഞാൻ കുറച്ചു നേരമായി. എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. ഞാൻ ഉറങ്ങിപ്പോയി. പുറത്തു പോയി വന്നതാണ്. ക്ഷീണമുണ്ടായിരുന്നു, വംശി പറഞ്ഞു. എന്നിട്ട് പറ സൂര്യ, എന്താ നിന്റെ പരിപാടി? നീ ഇപ്പോൾ കമ്പനിയിലേക്ക് പോകുന്നുണ്ടോ? ഇവിടുത്തെ ഓഫീസിലേക്ക് സ്റ്റാഫുകളെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളെല്ലാം ശരിയായോ? ജയദേവ് ചോദിച്ചു. അതെല്ലാം ശരിയാക്കി ഞാൻ. അച്ഛനും കൂടി, സൂര്യൻ പറഞ്ഞു. അല്ല, എന്താണ് പെട്ടെന്ന് ഇവിടെ വന്ന് ഇങ്ങനെയൊരു സ്റ്റേ ചെയ്യാനുള്ള കാരണം? ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് എനിക്കറിയാം. പക്ഷെ ബാക്കി എല്ലാവരും കൂടി പെട്ടെന്ന് വന്നത് എന്താ? ഇങ്ങനെ നിൽക്കാൻ എന്തെങ്കിലും വിശേഷമുണ്ടോ? ജയദേവ് ചോദിച്ചു. വിശേഷമൊന്നുമില്ല. സൂര്യനും അച്ഛനും ഇങ്ങോട്ട് പോന്നിരുന്നു. പിന്നെ മുത്തശ്ശിയും അനന്തനും കാശി രാമേശ്വരം യാത്ര പോയിരിക്കുകയായിരുന്നു. അവരും ഇങ്ങോട്ട് പോന്നു. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും വെക്കേഷൻ ആയപ്പോൾ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ആകെ ബഹളം തുടങ്ങിയപ്പോൾ അവരെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു, അമ്മ പറഞ്ഞു. സൂര്യ, ഇത്രയുമായിട്ടും മയൂരിയെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റിയില്ലല്ലോ. നീ ഇനിയും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ സൂര്യ? എന്താ നീ പെട്ടെന്നിങ്ങനെ ചോദിച്ചത്? സൂര്യ മറു ചോദ്യം ജയദേവനോട് ചോദിച്ചു. നീ ഇപ്പോഴും ഓഫീസിൽ പലപ്പോഴും ലീവ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു സംശയം, മയൂരിയെ അന്വേഷിച്ച് പോവുകയാണോ എന്ന്. സത്യം പറ സൂര്യ, നീ ഇപ്പോഴും അവളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവൾ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണോ നീ? ജയദേവ് ചോദിച്ചു. അതിന് അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ കാത്തിരിക്കുകയൊന്നും വേണ്ട. എപ്പോഴും അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് പോകാൻ ഞാൻ അവളെ അനുവദിക്കില്ല. സൂര്യൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതെല്ലാം കേട്ട് ബാക്കിയുള്ളവരിൽ ഒരു പുഞ്ചിരിയായിരുന്നുവെങ്കിലും ജയദേവ് ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. എന്നാൽ വംശിയുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. സൂര്യ, നീ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പോഴും നീ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പോയിട്ടിപ്പോൾ 1 വർഷത്തിന് മേലെയായി. നീ അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോൾ വേറെ ആരുടെങ്കിലും കൂടെ നിർത്തുന്നുണ്ടോ? അനാവശ്യം പറയരുത്. അവൾ മയൂരിയാണ്. മയൂരി സൂര്യനാരായണൻ. അത് ഓർത്ത് വെച്ചിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ അതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ സൂര്യ. അവളിപ്പോൾ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പോയിട്ട് ഒരു പ്രാവശ്യം പോലും ആരെങ്കിലും ഒന്ന് ഫോണിൽ വിളിക്കാൻ പോലും അങ്ങനെ ഒരു മനസ്സ് പോലും അവൾ കാണിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടി നീ ഇനിയും ഇങ്ങനെ കാത്തിരിക്കുകയാണോ? നിന്റെ ജീവിതം നീ കളയല്ലേ സൂര്യ? വംശി വളരെ സങ്കടത്തോടെ, വളരെ കരുതലോടെ പറയുന്നത് കേട്ട് എല്ലാവർക്കും ദേഷ്യം തോന്നി. ഒരിക്കൽ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് അവൾ നിന്നെ വേണ്ട എന്ന് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് നിന്നെയും നമ്മുടെ കുടുംബത്തെയും നാണം കെടുത്തി. അത് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കരുതി നമ്മളെല്ലാവരും ക്ഷമിച്ചു. പിന്നെയും അവളതെ എല്ലാവരെയും വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ നാണം കെടുത്തിയില്ല എങ്കിലും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നമുക്ക് നാണക്കേട് തന്നെയായിരുന്നു അത്. പക്ഷേ അവളൊന്നും ആലോചിക്കുന്നില്ല സൂര്യ. നിന്നെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും അവളിങ്ങനെ ഇറങ്ങി പോവുമായിരുന്നോ? വംശി ചോദിച്ചു. അത് ശരിയാ സൂര്യ, ജയദേവും പറഞ്ഞു. എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കി. നീ പറഞ്ഞത് ശരിയാണ് വംശി. നിന്റെ ഏട്ടൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ അന്ന് അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവൻ്റെ ജീവനായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മുത്തശ്ശിയെയും മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ അനുസരിച്ചു. അന്ന് അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം അവളോട് സ്നേഹം കൂടി. അതുപോലെ തന്നെ നിന്റെ ഏട്ടനെപ്പോലെ തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്ന ഏതെങ്കിലും ചെറ്റകൾ അവളെ വീണ്ടും ഭീഷണിപ്പെടുത്തിയതായിക്കൂടെ? അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ മുന്നിൽ നിർത്തി അവരുടെ ജീവൻ വെച്ച് വിലപേശിയാൽ മയൂരിയെപ്പോലൊരു പെണ്ണ് ഉറപ്പായിട്ടും അവളുടെ ജീവൻ വേണമെങ്കിലും നൽകും. അതുകൊണ്ട് അവളിൽ ഒരു സത്യമുണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവളുടെ വരവിനായി ഈ ഗോകുലം തറവാട് കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇവന് അവളെ കിട്ടും. ഇവൻ പറഞ്ഞതുപോലെ ഇവൻ്റെ കൂടെ തന്നെയുണ്ട്. അല്ലേടാ സൂര്യ എന്ന് പറഞ്ഞ അനന്തൻ സൂര്യനെ ചേർത്ത് പിടിച്ചു.
സൂര്യൻ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അനന്തനെ നോക്കി. വംശി ആ സമയം അമ്മയെയും മുത്തശ്ശിയെയും അച്ഛനെയും എല്ലാം നോക്കുകയായിരുന്നു. അവരുടെ ചുണ്ടിലും ആ പുഞ്ചിരിയുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവളുടെ വരവിനായി കാത്തിരിക്കുക തന്നെയാണ്. അവളെ എത്ര മോശക്കാരിയായി ഇവരുടെ മുന്നിൽ ചിത്രീകരിക്കാൻ നോക്കിയിട്ടും അത് സാധിക്കുന്നില്ല എന്നോർത്തപ്പോൾ വംശിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അതെ, മതി മതി, ഇനി ഈ സംസാരം നീണ്ടുപോയ വലിയ പ്രശ്നങ്ങളിലേക്കെത്തും. നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കൂടുന്നത്? സൂര്യൻ പറഞ്ഞതുപോലെ മയൂരിയുടെ വരവിനായി അവൻ കാത്തിരിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ നമ്മളും നിൽക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ അവന് വേണ്ടി ചെയ്യേണ്ടത്. അല്ലാതെ അവൾ വരില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിനെ മടുപ്പിക്കണ്ട, ജയദേവ് പറഞ്ഞു. അപ്പോൾ ഇനി എന്താ പരിപാടി? എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നുണ്ടോ? പറയേ, വെറുതെ ഇവിടെ വന്നിരിക്കാനല്ലല്ലോ വന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നേ. കുട്ടികളും ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കല്ലേ, നമുക്ക് അവരെയും കൊണ്ട് പുറത്തൊക്കെ പോവാം. എന്തു പറയുന്നു? ജയദേവ് ചോദിച്ചതും ഏയ് ഞാനില്ല, എന്തായാലും ഞാനും അച്ഛനുമില്ല, നിങ്ങളെല്ലാവരും പോയിട്ട് വാ, അമ്മ പറഞ്ഞു. ഞാനുമില്ല, എനിക്ക് ഇന്നൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, വീഡിയോ കോളിലൂടെയാണ്, സൂര്യൻ പറഞ്ഞു. ഞാനുമില്ല, എനിക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. നിനക്കിവിടെ എന്താ പരിപാടി? ജയദേവ് അനന്തനോട് ചോദിച്ചു. അത് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നോക്കാൻ പോകുന്നത് ഏട്ടനാണ്, അപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ വേണം, സൂര്യൻ പറഞ്ഞു. അതെയോ? അപ്പോൾ നിൻ്റെ പോലീസ് ഉദ്യോഗം? അത് തൽക്കാലത്തേക്ക് കുറച്ച് ഒന്ന് മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്നും ലീവ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇവനെ സഹായിക്കാം എന്ന് കരുതി, അനന്തൻ പറഞ്ഞു. അതേതായാലും നന്നായി. ഇത്രയും നാളും ഇവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കൂട്ടായല്ലോ. ഇവനെ ബിസിനസ് കാര്യത്തിൽ സ്വന്തവും ബന്ധവും ഒന്നുമില്ല. നല്ല കണ്ണ് പൊട്ടണ ചീത്ത കേൾക്കേണ്ടി വരും. ആ, അതറിയാം. എൻ്റെ അനിയൻ സൂര്യൻ ആരോടും വെറുതെ ആവശ്യമില്ലാതെ വഴക്ക് കൂടില്ല. ആരെയും ആവശ്യമില്ലാതെ വഴക്ക് പറയുകയുമില്ല. ആരെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ, ആരെങ്കിലും കൂടെ നിന്ന് ചതിച്ചു എന്ന് തോന്നിയാൽ പിന്നെ അവൻ്റെ കാര്യം ഇവൻ നോക്കിക്കോളും. അല്ലേ സൂര്യ? അതിന് സൂര്യ ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഇവൻ്റെ ഈ ചിരിയാണ് സൂക്ഷിക്കേണ്ടത്, അനന്തൻ പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ വേദവും അർജുനും വംശിയെയും ജയദേവിനെയും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പുറത്തേക്ക് പോകുന്നവരൊക്കെ പോയിട്ട് വാ, ഞങ്ങൾ എന്തായാലും ഇല്ലയെന്ന് പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞു. എന്നാൽ ശരി. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നോക്കി കൊണ്ടുപോകണം. അവരെ കൂടെ ഞങ്ങളില്ലാത്തത് കൊണ്ട് ഓടി നടക്കും. ആരൊക്കെയാണ് പോകുന്നേ? സീത, രക്ഷ, നിങ്ങൾ പോകുന്നുണ്ടോ? അമ്മ ചോദിച്ചതും സീതയും രക്ഷയും സൂര്യനെയും അനന്തനെയും ആണ് നോക്കിയത്. അനന്തൻ കണ്ണുകൊണ്ട് പൊയ്ക്കൊള്ളാൻ കാണിച്ചതും ആ ഞങ്ങൾ പോകാം. എന്നാ പോയി റെഡിയായിട്ട് വാ, ഇനി സമയം വൈകിക്കണ്ട, ഒത്തിരി ലേറ്റാവാൻ നിൽക്കണ്ട കേട്ടോ, വേഗം തിരിച്ചു വരണേ, അമ്മ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഡ്രസ്സ് മാറാനായി പോയതും ജയദേവും വംശിയും മുറിയിലേക്ക് പോയി എന്ന് കണ്ടതും അവരെല്ലാവരും വേഗം അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് ചെന്നു. ഞാനും സൂര്യനും മനഃപൂർവ്വം മാറി നിന്നതാണ്, അതുപോലെ തന്നെ അമ്മയും അച്ഛനും. അതുകൊണ്ട് വംശിക്ക് ഇനി ജയദേവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരവസരം അതാണിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ എപ്പോഴും അവരുടെ മേലെ ഒരു കണ്ണുണ്ടാവണം. ഞങ്ങളില്ലാത്തത് കൊണ്ട് അവർ ഇത് നന്നായി മുതലാക്കാൻ ശ്രമിക്കും. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തോന്നലായിരിക്കാം, ഇത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞത്, ശ്രദ്ധ വേണം. നിങ്ങൾ പോയി കഴിയുമ്പോൾ കുറച്ച് ജോലി ഞങ്ങൾക്കുണ്ട്, തറപ്പണിയാണ്, പക്ഷേ അത് ചെയ്തേ പറ്റൂ എനിക്ക്, സൂര്യൻ പറഞ്ഞു. എല്ലാവരും യാത്രയായി വന്നു. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ കൊണ്ടുവരണോ? ജയദേവ് ചോദിച്ചു. ഒന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. കുട്ടികളെ ശ്രദ്ധിക്കണം, പറഞ്ഞത് മറക്കരുത്. സീത, രക്ഷ, പറഞ്ഞത് മറക്കരുത്, അമ്മ പറഞ്ഞു. അതിന് അവർ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. 2 കാറുകളിലായിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. അവർ പുറത്തേക്ക് ഇറങ്ങിയതും അമ്മ ചെന്ന് ഭവ്യയെയും മയൂരിയെയും റൂമിന് പുറത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടുവന്നു. കുഞ്ഞിപ്പെണ്ണ് മുത്തശ്ശിയുടെ കയ്യിലായിരുന്നു. മുത്തശ്ശിയുടെ അടുത്ത് തന്നെ അച്ഛനും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ ഒന്ന് വംശിയുടെ റൂമിലും ജയദേവിൻ്റെ റൂമിലും ഒന്ന് കയറി നോക്കട്ടെ, സൂര്യൻ പറഞ്ഞു. മോനെ, അത് അറിയാമേ, ചീപ്പ് പണിയാണെന്ന് അറിയാം, പക്ഷേ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല, സൂര്യൻ പറഞ്ഞു. നിനക്ക് തോന്നുന്നുണ്ടോ സൂര്യ, അവർ അത് ഇങ്ങനെ അലസമായി ഇടുന്നു? ഇത്രയും നാളും ഒരു തെളിവും തരാതെ നമ്മളുടെ മുന്നിൽ അവർ 2 പേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ പറ്റിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തെളിവും നമുക്ക് അവരുടെ മുറിയിൽ നിന്ന് കിട്ടില്ല, അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഒന്ന് പോയി തിരഞ്ഞു നോക്കാൻ, സൂര്യൻ പറഞ്ഞു.
നിന്റെ തീരുമാനം അതാണെങ്കിൽ അതുപോലെ നടക്കട്ടെ. നിങ്ങൾ ചെന്ന് ഒന്ന് നോക്കിയിട്ട് വാ എന്ന് അച്ഛനും പറഞ്ഞു. സൂര്യനും അനന്തനും മയൂരിയും ഭവ്യയും കൂടി ആദ്യം വംശിയുടെ റൂമിലേക്കാണ് കയറിയത്. അവളുടെ റൂമിലെ ഓരോ സാധനങ്ങളായി എടുത്തു നോക്കാൻ തുടങ്ങി. പക്ഷേ കുറേ നേരത്തെ തിരച്ചിലിനൊടുവിലും ഒന്നും കിട്ടാതെ വന്നപ്പോൾ ആകെ നിരാശയായി. ശരിയാ സൂര്യ അച്ഛൻ പറഞ്ഞത്. ഒരിക്കലും അവർ ഒരു തെളിവും നമുക്ക് മുന്നിൽ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അനന്തേട്ടാ, നിരാശപ്പെടല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നമ്മൾ ഇത്രയും നാളും നമ്മളെ പറ്റിച്ചതല്ലേ. എപ്പോഴും വിജയം അവർക്ക് മാത്രം ആയിരിക്കില്ല. വിശ്വസിക്ക്, എന്തെങ്കിലും നമുക്ക് കിട്ടും. സൂര്യൻ അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ട് എല്ലാവർക്കും വീണ്ടും ഒരു സന്തോഷം തോന്നി. വീണ്ടും അവർ ഓരോ മുക്കും മൂലയും ആ റൂമിൻ്റെ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് അനന്തൻ്റെ ബാഗ് ഇരിക്കുന്നത് കണ്ടത്. സൂര്യൻ അനന്തൻ്റെ ബാഗ് പരിശോധിക്കാൻ പോയതും എടാ പൊട്ടാ, അത് എൻ്റെ ബാഗാണ് അനന്തൻ പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഏട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായി ഈ റൂമിലേക്ക് കയറിയിട്ട്? ഞാൻ കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഈ ബാഗിലായിക്കൂടാന്നുണ്ടോ? സൂര്യൻ ചോദിച്ചു. ശരിയാ, അവൾ കാഞ്ഞ ബുദ്ധിയാ. അവളെന്തെങ്കിലും എൻ്റെ ബാഗായതുകൊണ്ട് ആരും പരിശോധിക്കില്ല എന്ന് കരുതി ഇതിലെന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും അനന്തനും പറഞ്ഞു. സൂര്യൻ ആ ബാഗ് തുറന്ന് ഓരോ സാധനങ്ങളായി എടുത്ത് നോക്കാൻ തുടങ്ങി. ഇതിലൊന്നുമില്ലല്ലോ ഏട്ടാ, സൂര്യൻ പറഞ്ഞു. അവളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ കൊണ്ടുപോയിരിക്കുന്ന ആ ബാഗിലെ ഹാൻഡ് ബാഗ് അതിലുണ്ടാവും ചിലപ്പോൾ. അവളിൽ എന്തെങ്കിലും സംശയം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പരിശോധിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവൾ പോയപ്പോൾ കൂടെ ബാഗിലിട്ട് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അതും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, അനന്തൻ പറഞ്ഞു. അവർ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് മയൂരിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം താഴേക്ക് പോയത്. എന്താ? ഒച്ച കേട്ടതും എല്ലാവരും നോക്കി. എന്താ മയൂരി? സൂര്യൻ ചോദിച്ചു. അത് സൂര്യയുടെ ഇട്ട് എന്ന മോതിരം. അത് എൻ്റെ ഈ വിരലിൽ എപ്പോഴും ഊരിപ്പോയിക്കൊണ്ടിരിക്കും. ലൂസായി, അവൾ പറഞ്ഞു. എങ്ങനെ ഊരിപ്പോകാതിരിക്കും? നീ ഇപ്പോൾ നന്നായി ക്ഷീണിച്ചു, ഭവ്യ പറഞ്ഞു. ശരിയാ മയൂരി, നീ നന്നായി ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം, സൂര്യൻ പറഞ്ഞു. എടാ, നീ ഇപ്പോൾ നിൻ്റെ ഭാര്യയെ ഭക്ഷണം കഴിപ്പിക്കാതെ ആ മോതിരം എടുക്ക്, നമുക്ക് റൂമിൽ നിന്ന് പോകാം. ഇനി ജയദേവിൻ്റെ റൂമിൽ കൂടി ഒന്ന് കയറി നോക്കാം, അനന്തൻ പറഞ്ഞു. അതിന് മോതിരം എവിടെ പോയി? അത് ദേ ആ ഷെൽഫിൻ്റെ അടിയിലേക്കാണ് പോയേക്കുന്നത്, മയൂരി പറഞ്ഞു. ദൈവമേ, അതിൻ്റെ അടിയിലോ? ഇനിയിപ്പോൾ എങ്ങനെ എടുക്കും? ആ വാ നോക്കാം. സൂര്യൻ താഴേക്ക് കിടന്നു നോക്കി. അവൻ്റെ ഫോണിലെ ടോർച്ച് ലൈറ്റ് കത്തിച്ച് നോക്കി. അതിൻ്റെ അടിയിലൊന്നും കാണുന്നില്ലല്ലോ. എന്നാൽ പിന്നെ ഇപ്പുറത്തേക്കായിരിക്കും പോയിരിക്കുന്നത്. ദാ കാണുന്ന ആ ഷെൽഫിൻ്റെ അടിയിൽ നോക്കിയേ, മയൂരി പറഞ്ഞു. അത് ശരിയാ, രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്, അനന്തൻ പറഞ്ഞു. സൂര്യ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അനന്തൻ അവിടെയുണ്ടായിരുന്ന വലിയൊരു കൊടയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എടാ, ഇത് വെച്ച് നോക്ക് എന്ന് പറഞ്ഞു. സൂര്യൻ ആ കൊട ആ ഷെൽഫിൻ്റെ അടിയിലേക്ക് ഇട്ടുകൊണ്ട് പതിയെ നീക്കിക്കൊണ്ടുവന്നു. മോതിരം പുറത്തേക്ക് വന്നു. മോതിരം പുറത്തേക്ക് വന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ബോക്സും വന്നു. ഇതെന്താ? അറിയില്ല. ഇന്ന മയൂരി എന്ന് പറഞ്ഞ് മോതിരം സൂര്യൻ മയൂരിയുടെ കയ്യിലേക്ക് കൊടുത്തു. മയൂരി അത് കൈനീട്ടി വാങ്ങാൻ പോയതും സൂര്യൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കാര്യം മനസ്സിലായതും മയൂരി വിരൽ കാണിച്ചു കൊടുത്തു. സൂര്യൻ തന്നെ ആ മോതിരം അവളുടെ വിരലിൽ ഇട്ടുകൊടുത്തു. എൻ്റെ സൂര്യ, ഈ സമയത്ത് നിനക്ക് എങ്ങനെയാടാ ഈ റൊമാൻസിക്കാൻ തോന്നുന്നത്? നീ ആ ബോക്സിൽ എന്താന്ന് നോക്ക്, അനന്തൻ പറഞ്ഞതും സൂര്യൻ അവനെ നോക്കിക്കൊണ്ട് ആ ബോക്സ് എടുത്തു. ഇതെന്ത് സാധനം? അറിയില്ല, എന്താന്ന് നോക്കാം എന്ന് പറഞ്ഞ് ആ ബോക്സ് എടുത്തുകൊണ്ട് അവർ ബെഡിലേക്ക് വന്നിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു മൊബൈൽ ഫോണായിരുന്നു. ഇത് മൊബൈലാണല്ലോ, ഇതെങ്ങനെ ഇതിൻ്റെ ഇടയിൽ? അനന്തൻ പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യൻ അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് അത് ഓണാക്കാൻ നോക്കി. അത് ഓണായി വന്നതും ഇത് നമ്പർ ലോക്കാണല്ലോ, എന്തു ചെയ്യും? അനന്തൻ ചോദിച്ചു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ? സൂര്യൻ ചോദിച്ചു. നീ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് അടിച്ചു വെക്ക്, അനന്തൻ അത് പറഞ്ഞു കൊടുത്തു. അല്ല, പിന്നെ അവർ എല്ലാ നമ്പറും അടിച്ചു നോക്കി. അവളുടെ ഫോൺ നമ്പർ, അവളുടെ വണ്ടി നമ്പർ, അങ്ങനെ എല്ലാം. ഒന്നും അതിലാവാതെ വന്നതും എല്ലാവർക്കും നിരാശയായി. ഇനി ഇത് അവളുടെ അല്ലേ? സൂര്യൻ ചോദിച്ചു. ഇല്ല, ഇത് അവളുടെ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അവൾ ആ ബോക്സ് അവിടെ വെച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നീ ആ ബോക്സ് നോക്കി, അതിൽ പൊടി പിടിച്ചിട്ടില്ല. ഇത് കുറേ നാളായി ഈ ബോക്സ് ഇതിനടിയിൽ കിടന്നിരുന്നെങ്കിൽ ആ ബോക്സിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് പൊടി പിടിക്കണ്ടേ? പിടിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഇന്ന് തന്നെ വെച്ചതാകാനാണ് സാധ്യത. നീ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യ് സൂര്യ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയും ഒരുപാട് തവണ തെറ്റായ പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ലോക്കാവും.
അതുകൊണ്ട് ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അനന്തൻ പറഞ്ഞു. സൂര്യേട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് അടിച്ചു നോക്ക്. മയൂരി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ? ആ, സൂര്യേട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്ക്. മയൂരി അല്പം ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. അത് കേട്ടതും സൂര്യൻ അറിയാതെ അവൻ്റെ വിരലുകൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ അമർന്നു. ഫോൺ ഓപ്പണായി. അത് കണ്ടതും മയൂരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം തന്നെ സൂര്യൻ അവളെ നോക്കി. ഭവ്യയിലും അനന്തനിലും അതൊരു വേദന തന്നെയായിരുന്നു. ഭവ്യ മയൂരിയുടെ തോളിൽ പിടിച്ചു. എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് തോന്നിയിരുന്നു, മയൂരി പറഞ്ഞു. സൂര്യ, നീ വേഗം അത് ഓപ്പൺ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് അതിൽ ഓപ്പൺ ചെയ്തപ്പോഴുള്ള വാൾപേപ്പർ കണ്ടതും എല്ലാവരും ഞെട്ടി. ഇത് അവരുടെ ഫാമിലി ഫോട്ടോയല്ലേ? ഇതിലെങ്ങനെ ജയദേവ് വന്നു? പെട്ടെന്ന് അനന്തൻ ചോദിച്ചതും ശരിയാണല്ലോ, ഇവരുടെ ഫാമിലി ഫോട്ടോയിൽ ജയദേവ് എങ്ങനെ? എല്ലാവർക്കും അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു. സൂര്യ, ഇത് വംശിയുടെയും ഋഷികേഷിൻ്റെയും അച്ഛനും അമ്മയോ അല്ലേ? ഇതവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്തിരിക്കുന്ന ഫോട്ടോയാണല്ലോ. നീ ആ ബോർഡിലേക്ക് നോക്ക്. ശരിയാണ്, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ അതിൽ ജയദേവ് വരണമെങ്കിൽ അവൻ കളരിക്കൽ തറവാട്ടിലെയാണോ? ജയദേവിൻ്റെ വീട്ടുപേര് കളരിക്കൽ തറവാട് എന്നല്ലല്ലോ, അനന്തൻ ചോദിച്ചു. ഒന്നും മനസ്സിലാകാതെ സൂര്യനും അതിൽ തന്നെ നോക്കി നിന്നു. ഇത് അവരുടെ വീടാണ്. അപ്പോൾ ജയദേവ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. സൂര്യൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി. അനന്തൻ ഫോണെടുത്ത് വേഗം വേദവിനെ വിളിച്ചു. ഏട്ടാ, അവരെവിടെ? രണ്ടുപേരും ഇവിടെയുണ്ട്. അവർ രണ്ടുപേരും മാത്രമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. കുട്ടികളുടെ ഒപ്പം സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരെന്തൊക്കെയോ പറയുന്നുണ്ടെന്നല്ലാതെ അവർ ഒരുമിച്ച് മാറി നിന്നോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്രമായിട്ടോ ഒന്നും സംസാരിക്കുന്നില്ല, വേദവ് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? കിട്ടിയേട്ടാ, വലിയൊരു തെളിവ് തന്നെ കിട്ടി. എന്താ കിട്ടിയേ? വേദവ് ആകാംക്ഷയോട് ചോദിച്ചു. അത് വംശിയുടെ റൂമിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കിട്ടി. അതിലെ വാൾപേപ്പറായി കിടക്കുന്നത് വംശിയുടെയും ഋഷികേഷിൻ്റെയും എല്ലാം ഫാമിലി ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ ജയദേവ് ഉണ്ട്. എന്താ നീ എന്താ പറയുന്നേ? വേദവിൻ്റെ ശബ്ദം ഉയർന്നു. ഏട്ടാ, മിണ്ടാതിരിക്കുക, ഒരുപാട് ഒച്ചെടുക്കല്ലേ, അവർ ശ്രദ്ധിച്ചാൽ അത് ശരിയാവില്ല, അനന്തൻ പറഞ്ഞു. എന്നാലും അനന്ത, ഇതെങ്ങനെ? അറിയില്ല ഏട്ടാ. പിന്നെ അവരെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തരുത്. ഞങ്ങൾക്ക് ഈ ഫോണൊന്ന് സെർച്ച് ചെയ്യാനുണ്ട്. അവരെ നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യണം. അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് നോക്കണം. നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ചിരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ, കേട്ടല്ലോ? ആ ശരി, ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ കുട്ടികളെ ശ്രദ്ധിച്ചേക്കണേ, അവളുടെയും അവൻ്റെയും കൂടെ. ശരിയടാ എന്ന് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു. എന്താ കാര്യം? പെട്ടെന്ന് സീതയും അർജുനും അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നേ? അത് അനന്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുപറ്റി? അവർക്കെന്തെങ്കിലും കിട്ടിയോ? കിട്ടി. വംശിയുടെ റൂമിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കിട്ടി. അതിലെ വാൾപേപ്പറിൽ കിടക്കുന്ന ഫോട്ടോയിൽ ജയദേവും അവരുടെ ഫാമിലി ഫോട്ടോയിലുണ്ടെന്ന്. ഹായ്, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ സ്റ്റോറി അധികം താമസിയാതെ തീരാണെന്ന്. അപ്പോൾ അധികം താമസിയാതെ ഈ സ്റ്റോറി തീരാണ് കേട്ടോ. വലിച്ചു നീട്ടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ വില്ലിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. അവന് പറയാനുള്ളതും കൂടി കേൾക്കണ്ടേ? ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സമയമെടുക്കില്ലേ? ആ സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. പക്ഷേ ഒരുപാട് സമയമെടുക്കാതെ ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറി തീർന്നിട്ട് പുതിയൊരു സ്റ്റോറി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ സ്റ്റോറി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നാളെ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.